ഒരു ഹൈ പെർഫോമർ ആകുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അത് തന്നെയാണല്ലോ, അതിനകത്ത് മാറ്റമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഈ വീഡിയോ ഇവിടം വരെ എത്തി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ഹൈ പെർഫോമർ ആകാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് തന്നെയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ ഹൈ പെർഫോമർ ആകാനായിട്ടുള്ള കാരണം, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണെന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, ഡെലിബറേറ്റ് ആയിട്ടുള്ള, കോൺഷ്യസ് ആയിട്ടുള്ള ആക്റ്റാണ് ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ ഹൈ പെർഫോമറായി മാറുന്നത്? അതിന് രണ്ട് ഫോഴ്സസ് ഉണ്ട്, എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഫോഴ്സസ് ഉണ്ട്. അതിൽ ഇൻറ്റേർണൽ ഫോഴ്സസിൽ ഒരു കാര്യം മാത്രമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു ഡീപ്പ് ഇമോഷണൽ ഡ്രൈവ് ആണെന്നാണ് പറയുന്നത്. ഒരു അബ്സല്യൂട്ട് നെസസിറ്റി ആണെന്നാണ് പറയുന്നത്. ഹൈ പെർഫോമറായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഹൈ പെർഫോമൻസ് കൂടിയേ തീരുമെന്നുള്ള അതിശക്തമായ ഒരു അത്യാവശ്യം അല്ലെങ്കിൽ ആഗ്രഹം, അതല്ലെങ്കിൽ ഒരു അബ്സല്യൂട്ട് നെസസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഡീപ്പ് ഇമോഷണൽ ഡ്രൈവ്. പ്രത്യേകിച്ച് ആരും പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഒരു പുസ്തകം വായിക്കേണ്ടതോ വീഡിയോ കേൾക്കേണ്ടതോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കേണ്ടതായ ആവശ്യമില്ല. അവർക്ക് ബൈ ദെയർ ഡ്രൈവ്, ബൈ ദെയർ ഇമോഷൻ എന്ന് പറയുന്നത് തന്നെ ഹൈ സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്യുക, ഹൈ പെർഫോമർ ആകുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് നാം ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ഹൈ പെർഫോമർ ആകാൻ ആത്മാർത്ഥമായ ഒരു ആഗ്രഹം, ഉള്ളിൻ്റെ ഉള്ളിൽ ഉത്കടമായ ഒരു ആഗ്രഹമുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഹൈ പെർഫോമർ ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ആ നെസസിറ്റിയെ ഉയർത്താൻ സാധിക്കും. അതാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു അബ്സല്യൂട്ട് നെസസിറ്റി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുക. അത്ലറ്റുകളുടെ കാര്യത്തെക്കുറിച്ച് പുസ്തകങ്ങളൊക്കെ നാം വായിക്കാറുണ്ട്. അവർ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, അവരുടെ കോർട്ടിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് ചില കംഫോർട്ടബിൾ ആയിട്ട് എക്സസൈസുകളുണ്ട്. ഇന്ന എക്സസൈസുകളും ഇന്ന ആക്ടിവിറ്റികളും ചെയ്യാൻ അവർക്ക് ആഗ്രഹം. പക്ഷെ കോച്ച് പറയും ഇന്ന സ്ട്രെച്ചുകൾ ചെയ്യണം, ഇന്ന എക്സസൈസുകൾ ചെയ്യണം, ഇന്ന പ്രാക്ടീസുകൾ ചെയ്യണം. അവർക്ക് യഥാർത്ഥത്തിൽ അത് വലിയ ഇഷ്ടമൊന്നുള്ള കാര്യമല്ല എങ്കിലും അത് അവരുടെ പെർഫോമൻസ് കൂട്ടുമെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഒരു മടിയും കൂടാതെ തന്നെ അവർ ആ പ്രാക്ടീസുകൾ ചെയ്യുകയാണ്. അതാണ് എക്സലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ ഒന്നാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി, ഈ ഹൈ പെർഫോമേഴ്സ് ആയിട്ട് ആളുകളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എക്സലൻറ്റ് സ്റ്റാൻഡേർഡ്സ്, സെറ്റിംഗ് ഹൈ സ്റ്റാൻഡേർഡ്സ്, സെറ്റിംഗ് എക്സലൻസ് സ്റ്റാൻഡേർഡ്സ്. തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എക്സലൻ്റ് ആയിരിക്കണമെന്നുള്ള അതിശക്തമായിട്ടുള്ളൊരു ആഗ്രഹം അവർക്കുണ്ട്. അതാണ് ഹൈ പെർഫോമേഴ്സിനെ വ്യത്യസ്തമാക്കുന്നത്. നാം പലപ്പോഴും വിചാരിക്കും എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, ഇവർ ഫുൾ ടൈം ജോലി ചെയ്യുകയാണ്, ഫുൾ ടൈം ബിസിയാണ്, ഫുൾ ടൈം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹൈ പെർഫോമർ ആകാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അവിടെയാണ് ഈ ഹൈ പെർഫോമറിൻ്റെ വ്യത്യാസം. തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് എക്സലൻസ് എന്ന് പറയുന്ന ബാറിൽ തട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പോകുന്ന ഒന്നാണ് എന്ന് ഉറപ്പാക്കുന്നവരാണ് ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പെർഫോം ചെയ്യുന്ന ഹൈ പെർഫോമേഴ്സ്. എന്ത് തോന്നുന്നു? ഒന്ന് ചിന്തിച്ച് നോക്കി. നാം ചെയ്യുന്ന കാര്യങ്ങൾ ഹൈലി ക്വാളിറ്റിയുള്ള, ഹൈലി പെർഫോമിംഗ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് നമ്മുടെ പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ടിംഗ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം പറയാറുണ്ടോ? ഞാൻ ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്, സർവീസ് എന്ന് പറയുന്ന ഒരു ആശയം കൂടി ഉണ്ട് എന്ന്. ക്ലാരിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് ഞാൻ പറഞ്ഞു, സർവീസ്, നാം ചെയ്യുന്ന വർക്ക്, നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ എംപ്ലോയീസ്, നമ്മുടെ സുപ്പീരിയേഴ്സ്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സ്, ഇവരെല്ലാം നാം ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു സർവീസ് കൊടുക്കുന്ന, ഹൈ ക്വാളിറ്റി, ഹൈ സ്റ്റാൻഡേർഡ് ഡെലിവറി ചെയ്യുന്ന ആളാണെന്നുള്ള ബോധ്യമുണ്ടോ എന്നുള്ളത് അതിനുവേണ്ടി സ്ട്രൈവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ ആൾ ചെയ്യുന്ന കാര്യം വളരെ ഹൈ സ്റ്റാൻഡേർഡിലുള്ള, ഹൈ ക്വാളിറ്റി ഉള്ളതായിരിക്കുമെന്നുള്ള ഒരു ബോധ്യമാണ് മറ്റുള്ളവർക്കുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഹൈ പെർഫോമർ ആണ് എന്ന് ആളുകൾ നോക്കിക്കാണുന്നത്. കുറേ അധികം കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല, ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ഹൈ ആയിട്ടുള്ളതാണ്. ഇന്നയാൾ ചെയ്യുന്നത് അത് ഹാൾമാർക്കാണ്, അതല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ഔട്ടാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. ചിലപ്പോൾ നാം ചെയ്യുന്ന പ്രസംഗങ്ങളാകാം, നാം എടുക്കുന്ന മീറ്റിങ്ങുകളാകാം, നാം എഴുതുന്ന ഡോക്യുമെൻറ്റുകൾ, ആർട്ടിക്കിളുകളാകാം, നാം സംസാരിക്കുന്ന മീറ്റിങ്ങുകളാകാം. ഇതെല്ലാം ഞാൻ പറയുന്ന വാക്കുകൾ ഉൾപ്പെടെ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ആണെന്നുള്ള ഒരു തോന്നൽ, അത് വേണമെന്നുള്ള നിർബന്ധ ബുദ്ധി നമ്മെ നയിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് ഒരു ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൈ പെർഫോമർ ആകുവാനായിട്ട് സാധിക്കുകയുള്ളൂ.
ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നുന്നില്ലേ? ഇതാണ് പല പുസ്തകങ്ങളിലും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഹൈ സ്റ്റാൻഡേർഡ് സെറ്റിങ്ങിൽ തന്നെ 4 കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് അത് സാധ്യമാക്കുക? ഹൈ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ പറയാൻ എളുപ്പമാണ്, പക്ഷേ അതെങ്ങനെയാണ് റിയൽ ലൈഫിൽ നമുക്ക് നടപ്പാക്കുവാനായിട്ട് സാധിക്കുക? അപ്പോൾ ഈ ഹൈ സ്റ്റാൻഡേർഡ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എപ്പോഴും ചെയ്യേണ്ടത് സെൽഫ് ഇവാലുവേഷനാണ്. സെൽഫ് ഇവാലുവേഷൻ. ആ സെൽഫ് ഇവാലുവേഷൻ ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ ചെയ്യുന്ന ടാസ്കുകൾ എത്രമാത്രം സ്റ്റാൻഡേർഡ് ഉള്ളതാണ്, ക്വാളിറ്റി ഉള്ളതാണ് എന്ന് നാം സ്വന്തമായി വാലുവേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നടത്തം, നമ്മുടെ മീറ്റിങ്ങുകൾ, നമ്മുടെ പിച്ചുകൾ, ഇതെല്ലാം ഒരു ഹൈ സ്റ്റാൻഡേർഡ് ആണോ എന്ന് നാം നമ്മെ തന്നെ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. ഇതിൽ മറ്റൊരു ഭാഗമാണ് സെൽഫ് മോണിറ്ററിങ്. ഇതെങ്ങനെയാണ് സാധ്യമാക്കുക? ഇത് ജേർണലിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രാക്ടീസിലൂടെയാണ് ഹൈ പെർഫോമേഴ്സ് ആയിട്ട് ആളുകൾ നിരന്തരം ചെയ്യുന്നത്. അവർ എല്ലാ ദിവസവും വൈകിട്ട് ഉറങ്ങാൻ പോകുന്നതിന് ചെയ്യുന്ന കാര്യമാണ് റിഫ്ലക്ഷൻ ആൻഡ് ജേർണലിംഗ്. ഇന്ന് സംഭവിച്ചത് എന്താണ്, ഇന്ന് ഏറ്റവും നന്നായി തീർന്നത് എന്താണ്, ഇന്ന് തെറ്റായി പോയ അല്ലെങ്കിൽ ചെയ്ത മിസ്റ്റേക്കുകൾ എന്താണ്, ഇതിനെയെല്ലാം അവർ വിലയിരുത്തിയ ശേഷം ഇത് എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നും എഴുതും. ഏറ്റവും നല്ലത് ഏതാണ്, ശരിയായി ചെയ്യാൻ കഴിയാത്തത് എന്താണ്, ഇങ്ങനെ നന്നാക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഡെയിലി പ്രാക്ടീസാണ്, റിഫ്ലക്ഷനും ജേർണലിങ്ങുമാണ് ഹൈ പെർഫോമർ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് സെൽഫ് ഇവാലുവേഷൻ. സ്വന്തമായി വിലയിരുത്തുക. ഞാൻ ചെയ്യുന്ന ടാസ്കുകൾ, ഞാൻ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ, ഞാൻ ചെയ്യുന്ന പ്രസംഗങ്ങൾ, മീറ്റിങ്ങുകൾ, വാക്കുകളെല്ലാം ഹൈ സ്റ്റാൻഡേർഡ് ആണോ എന്നും, ഒപ്പം ഡെയിലി ഈ പറയുന്ന സെൽഫ് റിഫ്ലക്ഷനിലൂടെ, ജേർണലിങ്ങിലൂടെ അത് മനസ്സിലാക്കുവാനും ഡോക്യുമെൻ്റ് ചെയ്യുവാനും റെക്കോർഡ് ചെയ്യുവാനും ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം ആണ് അടുത്തതായി ചിന്തിക്കേണ്ടത്, അത് ഫീഡ്ബാക്കുകളാണ്. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഹൈ സ്റ്റാൻഡേർഡ് ആയിരുന്നു എന്നുള്ളത് ഫീഡ്ബാക്കുകൾ നാം ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുക. അത് നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, റിപ്പോർട്ടിംഗ് ഓഫീസേഴ്സ് ആയിരിക്കാം, കസ്റ്റമേഴ്സ് ആയിരിക്കാം, ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, നമ്മുടെ ട്രെയിനർ ആണെങ്കിൽ നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവരായിരിക്കാം, അല്ലെങ്കിൽ റിപ്പോർട്ട് ആർട്ടിക്കിൾ തയ്യാറാക്കുന്നവരാണെങ്കിൽ നമ്മുടെ ആർട്ടിക്കിളുകൾ വായിക്കുന്നവരായിരിക്കാം. അപ്പോൾ ഹൈ സ്റ്റാൻഡേർഡിലേക്ക് അത് എത്തിയിട്ടുണ്ടോ, നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ റീഡേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ബെനിഫിഷ്യറീസിന് അത് ഏറ്റവും നന്നായി തോന്നിയിട്ടുണ്ടോ എന്നുള്ള ഫീഡ്ബാക്ക് സ്വീകരിക്കുകയും ആ ഫീഡ്ബാക്ക് അനുസരിച്ച് അത് നന്നാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഫീഡ്ബാക്ക് മൈൻഡ് സെറ്റാണ് ഈ എക്സലൻസ് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഉള്ള ആളുകൾ. അപ്പോൾ ഈ ഹൈ പെർഫോമേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന വ്യക്തിത്വം എന്ന് പറയുന്നതിന് ഹൈ സ്റ്റാൻഡേർഡ്, എക്സലൻസ് സ്റ്റാൻഡേർഡ്സ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എക്സലൻസ് എന്നുള്ളതാണ്. ഈ ആൾ എന്ന് പറയുന്നത് എക്സലൻ്റ് ആണ് അല്ലെങ്കിൽ ഹൈ പെർഫോമർ ആണ് എന്ന് ആളുകൾ തന്നെ വിലയിരുത്തുകയാണ്. നാലാമത്തെ കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും. നാലാമത്തെ കാര്യമാണ് ഏറ്റവും അധികം പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഈ ഫീഡ്ബാക്ക് തന്നെ ചോദിക്കുന്ന ആളുകൾക്ക് വളരെ മടിയാണ്. കാരണം എന്താണ്, ഫീഡ്ബാക്ക് ചോദിച്ച് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ കണ്ടെത്തിയാലോ, അതല്ല ഞാൻ ചെയ്ത് അത്ര നന്നായിട്ടില്ല എന്ന് എനിക്ക് തന്നെ അറിയാം, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ചോദിക്കാൻ പോകുന്നില്ല, അത് ചോദിച്ചാൽ മിക്കവാറും നെഗറ്റീവായിട്ടുള്ളൊരു ചിന്താഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഫീഡ്ബാക്ക് തന്നെ ചോദിക്കുകയില്ല. അപ്പോൾ ഇതിന് ആണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈ എൻഡ്യൂറൻസ് ടുവേഴ്സ് ഫീഡ്ബാക്ക് ആൻഡ് ടേക്കിംഗ് ഇറ്റ് കൺസ്ട്രക്റ്റീവ്ലി. ഒരു ഫീഡ്ബാക്ക് നെഗറ്റീവായി പറഞ്ഞാലും അതിൽ തളർന്നു പോകാനായിട്ട് പാടില്ല. ഒരാൾ വിമർശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നന്നാക്കണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഈഗോ ഉള്ളതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റുകയില്ല. അത് നീ ചെയ്യുമെന്ന് പറയും ചിലപ്പോൾ, അല്ലെങ്കിൽ പറയും എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് പറയും, അല്ലെങ്കിൽ വിചാരിക്കും എനിക്കിത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടു പോകും. അപ്പം അങ്ങനെ ഒരു ഡെസ്പെയർ ആയിട്ടുള്ള ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡള്ളായി പോകുന്ന ആളുകളല്ല ഹൈ പെർഫോമേഴ്സ്. അവർ ഡീപ്പ് എൻഡ്യൂറൻസ് ഉള്ളവരാണ്. ഡീപ്പ് എൻഡ്യൂറൻസ് എന്ന് പറയുമ്പോൾ കേസ് തെറ്റിപ്പോയി അല്ലെങ്കിൽ കുറച്ച് നന്നാക്കണം, അതുകൊണ്ട് അതിനു വേണ്ടി പ്രയത്നിക്കണം. അപ്പോൾ അത് എങ്ങനെ നന്നാക്കാം എന്നുള്ള ചിന്തയാണ് ഈ ഹൈ പെർഫോമർ ആയിട്ടുള്ള ആളുകൾ കീപ്പ് ചെയ്യുന്നത്. ആ എൻഡ്യൂറൻസ് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത്, ഈ ഹൈ പെർഫോമർ ആയിട്ട് ആളുകൾ ഹൈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ, പെർഫെക്ഷൻ ആകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും നിരാശരാകാനുള്ള സാധ്യത കൂടുതലാണ്. പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു നല്ല ശീലമല്ല എന്നറിയാം, പക്ഷേ ഹൈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇനിഷ്യൽ സ്റ്റേജുകളിൽ വളരെ എക്സലൻ്റ് ആകണമെന്നില്ല, അവിടെ നിരാശരാകാൻ പാടില്ല, ഞാൻ ചെയ്ത് നന്നായില്ല എന്ന് തോന്നാനായിട്ട് പാടില്ല. ഈ കാര്യങ്ങളിലാണ് ഹൈ പെർഫോമർ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്. ഈ ഡീപ്പ് ഡ്രൈവ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് നെസസിറ്റി എന്ന് പറയുന്ന ഈ ഹൈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ ലാസ്റ്റ് പാർട്ടിലെ പ്രധാനപ്പെട്ട കാര്യം പോസിറ്റീവ് ആൻഡ് ഹൈ എൻഡ്യൂറൻസ് ടുവേഴ്സ് ഫീഡ്ബാക്ക്.
അവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന്, ഫീഡ്ബാക്ക് കളക്ട് ചെയ്യണം. ഒപ്പം തന്നെ ഫീഡ്ബാക്ക് നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവായി എടുത്തുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സെൽഫ് ഇവാലുവേറ്റ് ചെയ്യണം, സെൽഫ് മോണിറ്റർ ചെയ്യണം. ഇങ്ങനെയാണ് ഹൈ സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. ഹൈ സ്റ്റാൻഡേർഡ്, എക്സലൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഹൈ പെർഫോമർ ആകാനായിട്ടുള്ള ആളുകൾക്ക് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ ടാസ്കുകൾ ചെയ്യുമ്പോൾ, നിങ്ങളുടെ അസൈൻമെൻറ്റ്സുകൾ ഡെലിവറി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ പറയുന്ന ആൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഓർഗനൈസേഷൻ, ഈ പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കാര്യം ഏൽപ്പിച്ചാൽ അദ്ദേഹം നൽകുന്ന കാര്യം ഏറ്റവും എക്സലൻ്റ് ആയിരിക്കും. അങ്ങനെയാണ് സ്റ്റാൻഡിങ് ഔട്ടാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ബെസ്റ്റായി മാറുവാൻ സാധിക്കുന്നത്. ഓർക്കുക, ഹൈ പെർഫോമർ എന്ന് പറയുന്നത് ഹാപ്പിനെസ് കൂടിയാണ്, ഹെൽത്ത് കൂടിയാണ്, നല്ല റിലേഷൻഷിപ്സ് കൂടിയാണ്. നല്ല ക്വാളിറ്റി ഡെലിവറി ചെയ്യുമ്പോൾ ആളുകൾ നല്ല വാക്കുകൾ പറയും. അപ്പോൾ നാം സന്തോഷവാന്മാരാകും. ആളുകൾ നമ്മെ സ്നേഹിക്കാനും നമ്മെ കൂടുതൽ കരുതുവാനും ചെയ്യും. അപ്പോൾ ഏത് കാര്യത്തിലും ഏറ്റവും ബെസ്റ്റായിട്ട് നൽകാനായിട്ട് ശ്രമിക്കുന്നവരാണ് ഹൈ പെർഫോമർ. അങ്ങനെ ആകുവാൻ സാധിക്കട്ടെ. ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകട്ടെ. ഓൾ ദ ബെസ്റ്റ്.